ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ വേണ്ട, നമുക്ക് വേറെ എടുക്കാം. ഈ ഇ കൊമേഴ്സിന്റെ ഡാറ്റ എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ. ഇ കൊമേഴ്സിന്റെ ഡാറ്റ എല്ലാവരുടെയും ഇല്ലേ? ഓക്കെ, എനിക്ക് ഉള്ള ഡാറ്റ എടുക്കാം, കുഴപ്പമില്ല. ഏത് ഡാറ്റ എന്ന് വെച്ചുള്ള ഉള്ളത് എടുക്കാം. എന്നിട്ട് നമ്മൾ യൂഷ്വലി പിവോട്ട് ടേബിൾ ചെയ്യുന്ന പോലെ തന്നെ എന്താ, കൺട്രോൾ എ പ്രസ് ചെയ്യുന്നു, ഇൻസേർട്ടിൽ പോകുന്നു, പിവോട്ട് ടേബിൾ കൊടുക്കുന്നു, ഫ്രം ടേബിൾ ഓർ റേഞ്ച് സെലക്ട് ചെയ്യുന്നു, പിവോട്ട് ടേബിൾ വരും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇൻവോയ്സ് ഡേറ്റും അതുപോലെ തന്നെ അതിന്റെ ടോട്ടൽ റവന്യൂ സെലക്ട് ചെയ്തു. ഓക്കെ, നേരത്തെ കുറച്ച് പേർക്ക് ഇത് വരാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അത് ആർക്കൊക്കെ ആയിരുന്നു? ഹൈറാർക്കി വരാത്ത പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് ആർക്കൊക്കെ ആയിരുന്നു? കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു. നിനക്ക് ഉണ്ടായിരുന്നോ? ഇത് വരുന്നുണ്ടോ ഒന്ന് നോക്കിയേ. ഈ ഡാറ്റ ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ സെൻഡ് ചെയ്യണോ? വാട്സാപ്പിൽ സെൻഡ് ചെയ്യണോ? മുരുകദാസ് യെസ് സർ. സെൻഡ് ചെയ്യണോ? നോക്കിക്കോട്ടെ. ഈ സാധനം ഉണ്ടോന്ന്. ഇ കൊമേഴ്സ് ഉണ്ടോ? മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഇ കൊമേഴ്സിന്റെ ഈ ഇ ഡേറ്റ കൊമേഴ്സ് കാണിക്കുന്നത് ഓൾറെഡി നമ്മൾ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ഇതിലേക്ക്. ചെയ്തില്ലേ? ആ ഡാറ്റ സെറ്റ് ആണ് ഇത്. ഇത് യെസ്. നിങ്ങളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വാട്സാപ്പിൽ ഒന്നുകൂടി ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ? അല്ലെങ്കിൽ ആ ഡാറ്റ ഒന്ന് എടുക്കിപ്പോ. ഓക്കെ, ഇതിലിങ്ങനെ ഈ ഹൈറാർക്കി വരാത്ത ആർക്കൊക്കെ ഉണ്ടായിരുന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ എനിക്കതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും വരുന്നില്ല? ഒന്ന് നോക്കിയേ. അതുണ്ടല്ലോ, നിങ്ങളിത് ഡാറ്റ ആദ്യം എടുത്തിട്ട് നമ്മൾ ഈ ഡേറ്റ് ഇല്ലേ, ഈ ഡേറ്റ് ആദ്യം കറക്റ്റ് ആക്കണം. ഇതിന്റെ ഫോർമാറ്റ് ചിലപ്പോൾ തെറ്റായിരിക്കും കിടക്കുന്നത്. അപ്പൊ ചിലവരുടെ അതുകൊണ്ടാണ് റീഡ് ആവാത്തത്. ഇത് ഫോർമാറ്റ് കറക്റ്റ് ആക്കണം. ഇനി ഇവിടെ നിന്ന് ആക്കിയിട്ടും ആയില്ലെങ്കിൽ നമുക്കിവിടെ ഡാറ്റയിൽ ടെക്സ്റ്റ് കോളം ഇല്ലേ, ടെക്സ്റ്റ് കോളത്തിൽ നെക്സ്റ്റ് കൊടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഡേറ്റ് ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ ഡേറ്റ് DMY ആക്കിയിട്ട് ഫിനിഷ് കൊടുക്കുക. അതായത് ഒന്നില്ലെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് വെക്കുക, ഫോർമാറ്റ് സെല്ലിൽ പോയിട്ട് ഡേറ്റ് കറക്റ്റ് ആക്കുക. ഇവിടെ നിന്ന് ആയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റയിൽ പോയിട്ട് ടെക്സ്റ്റ് കോളത്തിൽ പോയിട്ട് നെക്സ്റ്റ് കൊടുക്കുക, 2 പ്രാവശ്യം നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടോ, ജനറൽ ടെക്സ്റ്റ് ഡേറ്റ് എന്നൊക്കെ വരും. അത് എന്തിനാ ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ നോർമലി ഫോർമാറ്റ് സെല്ലിന്റെ ഫോർമാറ്റ് റൈറ്റ് ക്ലിക്ക് വെക്കിയിട്ട് ഫോർമാറ്റ് ചേഞ്ച് ചെയ്താലും ആവൂല, ചില സമയത്ത് ആവാറില്ല. അങ്ങനെ ആവാത്ത സമയത്താണ് നമ്മൾ ടെക്സ്റ്റ് കോളം യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതും കൂടി ചെയ്യാം. ഇതും കൂടി ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കാം. എന്നിട്ട് പിവോട്ട് ടേബിൾ വന്നിട്ട് ഇതൊന്ന് ഇട്ട് നോക്കി, എന്നിട്ട് ആവുന്നുണ്ടോ നോക്കി. ഹൈറാർക്കി ആവാത്തവർ കേട്ടോ. ഹരിതൊക്കെ ആവുന്നുണ്ടോ? മുരുകദാസിനോ? അല്ല സോറി, ഭാഗ്യദാസ് ആവുന്നുണ്ട്. ഇത് അഷ്ഫറിനാണ് കിട്ടാഞ്ഞെന്ന് തോന്നുന്നു. അഷ്ഫറിനും ആരതിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോ അഡ്വാൻസ് ആയിട്ടുള്ള ഫിൽറ്ററിങ്ങിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻസേർട്ട് ടൈം ലൈൻ. അപ്പൊ ടൈം ലൈൻ സ്ലൈസേഴ്സ് നമുക്ക് എന്താ, ഡേറ്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ വേണ്ട ടൈം ലൈനിലെ മാത്രം ഡാറ്റാസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ടൈം ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ, ഡേറ്റിന്റെ റേഞ്ച് വൈസ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനാണ് ടൈം ലൈൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോ സെപ്പറേറ്റ് ഇവിടെ വേറൊരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അതായത് കാറ്റഗറിയും അതിന്റെ യൂണിറ്റ് പ്രൈസും ആണ്. ഓക്കെ, കാറ്റഗറി യൂണിറ്റ് പ്രൈസിന്റെ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോ എനിക്ക് ഇതിൽ സപ്പോസ് യൂണിറ്റ് പ്രൈസിന്റെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റി, ഈ യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് എനിക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പിവോട്ട് ടേബിളിൽ ഇവിടെ കണ്ടോ ഫിൽട്ടർ ഐറ്റം ആൻഡ് സെറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ കാൽക്കുലേറ്റഡ് ഫീൽഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഹലോ, ആ ആ ഇവിടെ വരെ ചെയ്തോ? ഓക്കെ, ഇതിൽ എന്നിട്ട് എന്താ ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയിം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നെയിം കൊടുക്കാം. ടോട്ടൽ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് കൊടുത്തു. എന്നിട്ട് എന്താ ഇവിടെ ഫീൽഡ് ആദ്യം ആഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് പ്രൈസ് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ഫീൽഡ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ യൂണിറ്റ് പ്രൈസ് ഇൻസേർട്ട് ആയി. ഇത് മൾട്ടിപ്ലൈ ഇൻറ്റു ചെയ്യാണ്, മൾട്ടിപ്ലൈ ബൈ ക്വാണ്ടിറ്റി ഇൻസേർട്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ കാണാൻ പറ്റും. ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും പിവോട്ട് ടേബിളിൽ തന്നെ കാൽക്കുലേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് എന്താ ഫീൽഡ് ആൻഡ് ഐറ്റം സെറ്റ്സിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കിട്ടുന്നുണ്ടോ? ചെയ്തോ? കിട്ടുന്നില്ല അതെല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇത് പിവോട്ട് ജസ്റ്റ് ഒരു അഡ്വാൻസ് ഫംഗ്ഷനാണ്. ആ പറഞ്ഞു. അതൊന്നുകൂടെ പറയാമോ? ആ ഓക്കെ ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ, അതായത് അഭിരാമി ഞാനിപ്പോ ഇവിടെ ഒരു പുതിയൊരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ നോക്കുക, ഞാനിപ്പോ ഒരു പുതിയ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് കാറ്റഗറി കൊടുക്കുന്നു, കാറ്റഗറിയോ സബ് കാറ്റഗറി എന്ന് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് റോസിൽ കൊടുക്കുന്നു. എന്നിട്ട് അതിൽ എന്താ അവരുടെ ടോട്ടൽ യൂണിറ്റ് പ്രൈസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോ സബ് കാറ്റഗറിയും അതിന്റെ യൂണിറ്റ് പ്രൈസ് ആയിട്ടുള്ള ഒരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോ എനിക്ക് ഇതിൽ ഈ യൂണിറ്റ് പ്രൈസ് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ കിട്ടണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, യൂഷ്വലി നമ്മൾ ഷീറ്റിൽ പോകുന്നു, ഇവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഈക്വൽ ടു കൊടുത്തിട്ട് യൂണിറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ആ വാല്യൂ കിട്ടി അല്ലേ? ഇവിടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ റവന്യൂ ഇവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നു എക്സാമ്പിൾ ആട്ടോ. ഓക്കെ, ഇവിടെ വാല്യൂ കിട്ടിയല്ലോ. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, പിവോട്ട് ടേബിളിൽ നിന്ന് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പിവോട്ട് ടേബിൾ സെലക്ട് ചെയ്തിട്ട് പിവോട്ട് ടേബിൾ അനലൈസ് എന്നുള്ള ഓപ്ഷനിൽ പോവാം. അവിടെ ഫീൽഡ് ഐറ്റംസ് ആൻഡ് സെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്.
കണ്ടോ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ക്രിയേറ്റ് ആൻഡ് മോഡിഫൈ കാൽക്കുലേറ്റഡ് ഫീൽഡ്സ് ആൻഡ് ഐറ്റം. അതായത് നമ്മൾ ചെയ്തു വെച്ച പിവോട്ട് ടേബിളിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ നമുക്ക് കാൽക്കുലേറ്റഡ് ഫീൽഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഫീൽഡിന്റെ പേര് ചോദിക്കും. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാം എന്താണെന്നുള്ളത്. നമുക്ക് ഫോർമുല കൊടുക്കാം ഇഷ്ടമുള്ള പോലെ. അതിന് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം നമ്മുടെ കോളം നെയിം സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ എന്താ യൂണിറ്റ് പ്രൈസ് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്റു സൈൻ കൊടുക്കുന്നു. പിന്നെ റവന്യൂ സെലക്ട് ചെയ്യും, ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യും, യൂണിറ്റ് പ്രൈസ് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ഫീൽഡ് കൊടുക്കും. കണ്ടില്ലേ? ഇനി അടുത്തത് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് അടുത്തത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രം മതിയെങ്കിൽ ഓക്കെ കൊടുക്കുക. കണ്ടോ? അപ്പൊ ആ ഫീൽഡ് ഇവിടെ വരും. ക്ലിയർ ആണോ? ഒന്നിട്ട് പറയണോ? ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ല മനസ്സിലായി. ഓക്കെ. അതായത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ് യൂഷ്വലി നമ്മൾ ഇപ്പൊ ഈ ചെയ്ത കാൽക്കുലേഷൻ നമ്മൾ എന്താ ചെയ്യുക, ഷീറ്റിൽ പോയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ നമ്മൾ സപ്പോസ് അത് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് പകരമാണ് പിവോട്ട് ടേബിളിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഓക്കെ. അപ്പൊ പിവോട്ട് ടേബിളിൽ തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ അകത്ത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ലൈസറിനെയാണ് ടൈം ലൈൻ സ്ലൈസർ. ആ സ്ലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡേറ്റുകളുടെ റേഞ്ച് നമുക്ക് സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 2 ദിവസം ഇല്ലല്ലോ, സാറ്റർഡേ സൺഡേ ലീവാണ്. സോ നിങ്ങൾക്ക് എന്താ ഒരു ഡാഷ്ബോർഡും കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഞാൻ അയച്ചു തരാം. എന്നിട്ട് നമുക്കത് തിങ്കളാഴ്ച എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് അത് ചെയ്തു നോക്കാം. എക്സാക്ട് അതുപോലെ തന്നെ വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതുപോലെ ഇത് ചെയ്തതാണോ അമ്മ? ഇല്ലല്ലോ. ഓക്കെ. ഇത് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ടും ഇട്ട് തരാം. ഇതുപോലെ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതൊക്കെ എല്ലാം ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫുള്ള് ഞാൻ ഇതാണ് വെച്ചേക്കുന്നത്, ഷേപ്സ് ആണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താണ് ഇതനുസരിച്ച്. അപ്പൊ എക്സാക്ട് ഈ കളറോ ഇത് വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു മോഡൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. ഓക്കെ. ഇത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ പല ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഫേസ് ചെയ്യാം. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ. ഇപ്പൊ 2 ദിവസം ലീവ് ആണല്ലോ, അപ്പൊ ടൈം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ തരുന്നത്. ജസ്റ്റ് ഇത് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ആ ടൈം ലൈൻ സ്ലൈസറും കാൽക്കുലേറ്റഡ് ഫീൽഡ് പുതിയത് പഠിപ്പിച്ചത് അതും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾ ഇതുവരെ പഠിച്ച ഫോർമുലാസും കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ മറന്നുപോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്ന ഡാറ്റാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാഗിൾ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഡാറ്റ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇടയ്ക്കിടെ. ഓക്കെ.